ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞോളം ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾക്കുള്ള ആദ്യ മെസ്സേജസ് വെച്ച് നമുക്ക് തുടങ്ങാം. വി ഹാവ് മേക്ക് ദി എഫേർട്ട് കാർഡാണ്. അതായത് ചില ആൾക്കാർക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ രണ്ടുപേരും നല്ല രീതിയിൽ ഈഗോ ഒക്കെ വെച്ച് നിൽക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇവിടെ എഫേർട്ട് എടുക്കാൻ പറയുന്നുണ്ട്. എല്ലാവരോടും അല്ല, കുറച്ച് ആൾക്കാരോട് വെയിറ്റിംഗ് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കാർഡ്സ് വെച്ച് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വി ഹാവ് ടെമ്പറൻസ് കാർഡ്. ഓക്കെ, ദ നൈറ്റ് ഓഫ് കപ്സ്, ദ ടു ഓഫ് സോഡ്, അതുപോലെ തന്നെ 4 ഓഫ് വൺസ് ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. ചില ആൾക്കാരെന്ന് പറയുന്നത് മാരേജ് കഴിഞ്ഞ ഒരു പേഴ്സണാണ്, എന്നിട്ട് തേർഡ് പാർട്ടി ഉള്ളതാണെങ്കിൽ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി റിമൂവലൊക്കെ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് പ്രയത്നിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഓക്കെ എനിക്കിപ്പോൾ ഒരു കണക്ഷൻ കിട്ടി, അതിന് വേണ്ടിയിട്ട് അവരൊരു എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്. ഓക്കെ, ആ ഒരു പേഴ്സണായിട്ട് ഒരു എഫേർട്ട് എടുത്ത് വരുന്നു എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ക്ഷമയോടെ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദീസ് കാർഡ്സ്. വി ഹാവ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ദ സ്ട്രെങ്ത് കാർഡ്, ദ പേജ് ഓഫ് പെൻഡക്കിൾ, again the wheel of fortune, wheel of fortune, wheel of fortune, the death rebirth, the 7 of cups, the eight of wands, the king of pentacle, 10 of sword. ഓക്കെ, നമുക്കിത് ഒരേപോലെ എടുത്തു വെക്കാം. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പറൻസ് കാർഡ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് ദ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ്. അതായത് വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി ഉള്ള ഒരു രീതി കാണിക്കുന്നുണ്ട്. അതായത് അവർക്ക് മുന്നോട്ടുള്ള ഒരു ഡയറക്ഷൻ, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു പുതിയൊരു തുടക്കം ഉണ്ടാവുന്ന അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത, ഒരു കോൺഫിഡൻസ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന് താഴെ നമുക്ക് ഡെത്ത് റീബർത്ത് കാർഡ്, സ്ട്രെങ്ത്, കിങ് ഓഫ് പെൻഡക്കിൾ എന്നുള്ളൊരു കാർഡാണ്. അവരവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തികളാകണം. അതായത് ആ ഒരു പേഴ്സൺ ഒന്ന് പോയാൽ വേറെ ഒന്ന് എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വമൊന്നും ഒരു രീതിയിലും ഏറ്റെടുക്കാൻ, അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാത്ത ഒരു വ്യക്തിയാകണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം, നിങ്ങൾക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം. പക്ഷേ ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു നിങ്ങളിലേക്ക് വരാൻ നോക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ നൈറ്റ് ഓഫ് സോഡാണ്. അതായത് ഒരു ക്ഷമയില്ലാത്ത ഒരു എനർജി കുറേ ആൾക്കാരെ സംബന്ധിച്ച് എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 10 ഓഫ് സോഡ്സ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനുപോലെ പേജ് ഓഫ് പെൻഡക്കിൾ എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി ആ ഒരു പേഴ്സൺ വളരെ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇനിയും കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ആൾക്കാരെ സംബന്ധിച്ച് അതൊന്നും എത്ര ചാൻസ് കൊടുത്താലും അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ അതൊന്നും ആ ഒരു വ്യക്തി അത് അർഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത ആ ഒരു പേഴ്സണ് തന്നെ അറിയാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൂട്ടായിരിക്കണം. കാരണം ഒരുപാട് വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമയത്തെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്തുള്ള ഒരു തീരുമാനമായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു റിഗ്രറ്റിംഗ് എനർജി നമുക്കിവിടെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് വേറൊരു സാഹചര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, വേറൊരു പേഴ്സണിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ എടുത്ത് ചാടി, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സണൊക്കെ ആണെങ്കിൽ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തിട്ട് അതിൻ്റെ പേരിൽ റിഗ്രറ്റ് അടിച്ച് പെട്ടുപോയ ഒരവസ്ഥയാണ് ഇവിടെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നത്. കാരണം ഇപ്പോഴത്തുള്ള ഒരു ലൈഫിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും ഒരു
ഒരു സന്തോഷത്തിലല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു രീതിയിലും എന്താ പറയുക, ഒരു കൺട്രോൾ ചെയ്യുന്ന ആ കൺട്രോൾ ചെയ്യുന്നതൊന്നും അത്രമേൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ. അതായത് തുറന്നിട്ടൊരു വട്ടം പോലെ, അതായത് പാറി നടക്കുക, അല്ലെങ്കിൽ അവരുടെ എൻജോയ്മെൻ്റൊക്കെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നല്ലൊരു ടൈമിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കിവിടെ 2 വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനി ഇവിടെ ഭൂകമ്പം നിങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റുകളുണ്ടെന്ന് പറഞ്ഞാലും സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഒരു ഫീലിങ്സ്, ഒരു സ്നേഹം, അതായത് നിങ്ങൾക്ക് പകരം വേറൊരാളും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പേഴ്സൺ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കൊണ്ടുവന്നാലും അവരൊന്നും ആവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. ആദ്യം അത് തിരിച്ചറിഞ്ഞിട്ടില്ല, അവഗണന, അതുപോലെ തന്നെ ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചിലപ്പം കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു സംസാരം കൊതിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെയധികം ആ ഒരു പേഴ്സൺ ഒരു സ്റ്റെബിലിറ്റി, ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. കാരണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും ഒരു ചാൻസും കൂടി ഞാൻ അർഹിക്കുന്നില്ല എന്നറിഞ്ഞെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. വി ഹാവ് മൂൺ കാർഡ്, ദ 4 ഓഫ് സോഡ്, ദ കിങ് ഓഫ് കപ്പ്. തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ചൊക്കെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ അന്ന് ചെയ്തു പോയത് കുറച്ച് കടുത്തു പോയി എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്താണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നതും നിങ്ങളെ അവോയ്ഡ് ചെയ്ത രീതിയൊക്കെ ഓർക്കുന്നത്. ചിലപ്പം എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ആ ഒരു പേഴ്സണെ കെയർ ചെയ്ത സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവണം. അതേ രീതിയിലുള്ള ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം പോലെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സണും അതേപോലെ ഒരു അവോയ്ഡൻസ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു രീതി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ എപ്പോഴും എല്ലാവരുടെയും ലൈഫിൽ മെയിൻ ആവണം എന്ന് തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയൊക്കെ ആയിരിക്കണം. കുറച്ച് ഫെയിമൊക്കെ ഉള്ള ആൾക്കാരാവണം എന്ന് എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. 4 ആൾ കൂടിയെടുക്കുന്ന ഈ ഒരു പേഴ്സണെ തിരിച്ചറിയുക എന്നൊക്കെ പറയുന്ന വലിയ ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമൊക്കെ ആയിരിക്കും കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്. ഇപ്പോഴുള്ള ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, ഒരുപാട് എന്താ പറയുക, അവർക്ക് അവരെ തന്നെ ഒരു ഡൗട്ടുള്ള ഒരവസ്ഥ എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇട്ടേച്ച് പോകും. കാരണം വേറൊരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവണം, ആ ഒരു വ്യക്തി കണ്ടിട്ടുണ്ടാവണം. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ ജെന്യൂനായിട്ടൊരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ആയിട്ടില്ല, മെല്ലിനെ തന്നെ വന്നാൽ മതി. Pentacle, 5 of Swords and the 4 of Swords, 6 of Wands. ഓക്കെ, ഇവിടെ ഒരു തിരിച്ചറിവാണ് എന്താണ് ശരിയെന്നും അല്ലെങ്കിൽ ആരായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുന്ന ഒരവസ്ഥ കുറേ ആൾക്കാരെ സംബന്ധിച്ച്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു. ആ ഒരു പേഴ്സണായിട്ട് കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊരു കൺട്രോൾ പോലെ ഉണ്ട്, പക്ഷേ അന്ന് ആ ഒരു പേഴ്സൺ അതൊരു ശല്യം പോലെ ആയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാവും. നിങ്ങൾ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും അവരൊരു കൺട്രോളൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് അവർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ സീക്കറാണ്. കുറച്ചൊരു അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച രീതിയിലല്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു
പേഴ്സൺ ആ ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്നത്, വേറൊരു വ്യക്തി ആ ഒരു വ്യക്തിയെ കാണുന്നതെങ്കിൽ അതിനൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൺ ചെയ്ത തെറ്റിൻ്റെ പുറത്ത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം സങ്കടം അനുഭവിക്കുന്നു, ഉറക്കമില്ലാത്ത അവസ്ഥ, ഒരുപാട് കൺഫ്യൂഷൻ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഒരു തീരുമാനം എടുത്താലും അത് തെറ്റായി പോകുമെന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്താണ് ശരി, അപ്പം നിങ്ങളാണ് ശരി, നിങ്ങളാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു ഹോം എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ജെന്യൂൻ റിലേഷനാണ്, കാരണം വെച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തൊന്ന് പോയതാണ്. എന്നാൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഇത് ടോക്സിക്കാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു പേഴ്സൺ ഓൺ ആൻഡ് ഓഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, വെയിറ്റ് ചെയ്യേണ്ടവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിലാണ്, ഇതാണ് എൻ്റെ ആൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഒരു പുതിയൊരു തുടക്കം പോലെ കാണിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കിനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ, വാട്ട് ഈസ് ദ ഗൈഡൻസ് ഫോർ മൈ പേഴ്സൺസ്. എൻ്റെ ആൾക്കാർക്ക് യൂണിവേഴ്സൽ തരുന്ന ഗൈഡൻസ് എന്താണ്? പേജ് ഓഫ് വൺസ്. ഓക്കെ, ഈസ് ഓഫ് വൺസ് ഇസ് എ റിവേഴ്സ്. വൈ? ദ 5 ഓഫ് പെന്റക്കിൾ. ഇവിടെ എനിക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ടൈം. അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മെൻ്റൽ ജയിൽ പോലെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് ആൾക്കാരെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ആ ഒരു പേഴ്സൺ വരുന്ന അത്രയും കാലമെങ്കിലും കുറച്ച് ആൾക്കാർ ആ ഒരു പേഴ്സണെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ട്രോങ് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സണാണ് വേൾഡ് എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നത്, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത്രയും കാലമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുത്ത് പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ക്ലാരിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അത് കുറച്ച് ഒരു പണിപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയോളം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഇനി എനിക്ക് വരാനില്ല എന്നുള്ള രീതിയിൽ ഇതാക്കിയിട്ട് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പോകണം. ഇനി എൻ്റെ ജേണിയിൽ എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങളെ തേടിയിട്ട് ഒരുപാട് സക്സസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പീസ്, ക്ലാരിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ കൂടെ ഓരോരോ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഓരോരോ ചുവടിലും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഒരു താങ്ങുമായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ ഹോപ്പ് ഞങ്ങൾക്കിത് ഇഷ്ടമായി വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കണ്ടുവരെ ബൈ.